mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ 100-ൽ-പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. കേരളത്തിലെ അതിപുരാതനവും ക്രിസ്തുവർഷം 1001 സ്ഥാപിതവുമായ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ചരിത്ര പ്രസിദ്ധമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ 2024 ജനുവരി 19, 20 തീയതികളിലും 8-ാമിടം 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി മുതൽ പള്ളിയിലും രാവിലെ 5:30, 7 മണിക്ക്, 10 മണിക്ക്, അതുപോലെ തന്നെ കപ്പേളകളിൽ വൈകിട്ട് 6 മണിക്കും 6:30 മണിക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ നൊവേനകൾ നടത്തുക. 17-ാം തീയതിയാണ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടികയറ്റം നമ്മൾ നടത്തുക. 17, 18, 19, 20 ഈ ദിവസങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനങ്ങളായിട്ട് നമ്മൾ ആഘോഷിക്കുക. തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന കാഞ്ഞൂർ ടൗൺ കപ്പേളയിൽ ജനുവരി 10 വൈകുന്നേരം 6 മണിക്ക് ദിവ്യബലിയോടുകൂടി ആരംഭിക്കും. പള്ളിയിൽ ജനുവരി 11 രാവിലെ 5:30 ദിവ്യബലിയോടെ നൊവേന ആരംഭിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ് ജനുവരി 17 രാവിലെ 9 മണിക്ക് നടക്കും. 18 വൈകിട്ട് 3 മണിക്ക് ടൗൺ കപ്പേളയിലേക്ക് അമ്പ് പ്രദക്ഷിണം. രാത്രി 9 മണിക്ക് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വോയിസ് ഓഫ് കാഞ്ഞൂർ സ്പോൺസർ ചെയ്യുന്ന കൊച്ചിൻ റോയൽ മീഡിയ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. ജനുവരി 19 രാവിലെ 9:30 തിരുനാൾ പാട്ടുകുർബാന. 2:45 ലതീജ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് അങ്ങാടി പ്രദക്ഷിണം. രാത്രി 9 മണിക്ക് ആകാശ വിസ്മയം. 10 മണിക്ക് നമ്പർ 1 കോമഡി മാസ്റ്റേഴ്സ് മെഗാ ഷോ എന്നിവയും ഉണ്ടായിരിക്കും. ജനുവരി 20 300ഓളം പൊൻവെള്ളിക്കുരിശുകളും നാനാവർണ്ണ കുടകളും അണിനിരുന്നുള്ള തിരുനാൾ പ്രദക്ഷിണം മറ്റു പ്രദക്ഷിണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേർച്ച നേർന്ന് കുരിശു പിടിച്ച് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ ഭക്തർ എത്തിച്ചേരും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഇത്തവണത്തെ തിരുനാൾ ആഘോഷം. അങ്കമാലി, ചാലക്കുടി, പെരുമ്പാവൂർ, ആലുവ ഡിപ്പോകളിൽ നിന്നും KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സ്പെഷ്യൽ സർവീസ് നടത്തും. നമ്മുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രദക്ഷിണം തന്നെയാണ്. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 3 മണിക്കൂർ എല്ലാ സ്ഥലങ്ങളിലും വൈകുന്നേരമാണ് പ്രദക്ഷിണം നടക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രമാണ് മട്ടപ്പുറം ഉച്ചയ്ക്ക് നടക്കുന്നു. അതായത് 19 3 മണിക്ക് ഇറങ്ങി 6 മണിക്ക് കയറും. 20 12 മണിക്ക് ഇറങ്ങി 3 മണിക്ക് കയറും. അന്ന് തന്നെ വൈകിട്ട് 6:30 പള്ളി ചുറ്റി പ്രദക്ഷിണം 8 മണിക്ക് സമാപിക്കും. അതോടെ തിരുനാൾ അവസാനമായി. പുതിയടം, തെക്കേ അങ്ങാടി, കാഞ്ഞൂർ എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്കായി പ്രത്യേക പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വികാരി ഡോക്ടർ ജോസഫ് കണിയാമ്പറമ്പിൽ, ഫാദർ ഡോൺ മുളവരിക്കൽ, ഫാദർ ജോസ് വടക്കൻ, ഫാദർ അഗസ്റ്റിൻ പാറയ്ക്ക, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോയി എടശ്ശേരി, ജോയിന്റ് കൺവീനർ സുനി, സെക്രട്ടറി ജോണി വല്ലൂരാൻ, ജോയിന്റ് സെക്രട്ടറി ആൻഡ്രു കോട്ടയ്ക്കൽ, പബ്ലിസിറ്റി കൺവീനർ ഡിബിൻ ഡേവിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.